ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി പലർക്കും പലതാണ്. എങ്കിലും ഈ സ്പിരിച്വാലിറ്റിയിൽ പല മിസ്കോൺസെപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ കടന്നുകൂടിയിട്ടുള്ള ഒരു സമയമാണ്. എന്താണ് രാമാനന്ദനെ സംബന്ധിച്ചിടത്തോളം ശരിക്കുള്ള ഒരു സ്പിരിച്വാലിറ്റി? അത് എല്ലാവരും ഒരു രണ്ട് ബൈനറി ആയിട്ട് ഇതിനെ കാണുന്നുണ്ടാണ്, സ്പിരിച്വാലിറ്റി മെറ്റീരിയലിസം. അതുകൊണ്ടാണല്ലോ സ്പിരിച്വാലിറ്റി എന്തോ വലിയ സാധനവും മറ്റേ ഭൗതികത വേറെ എന്തോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വ്യത്യാസമില്ലാന്ന് എൻ്റെ അഭിപ്രായം. ഭൗതികമായ ലോകത്ത് തന്നെയാണ് സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് രണ്ടും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. കാരണം ഞാൻ പിന്തുടരുന്ന പാത അങ്ങനെയാണ്. അല്ലാത്ത പാതകളുണ്ട്, ലോകത്തെ നിഷേധിച്ചുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നൊരു പാതയുണ്ട്. എന്നെ സംബന്ധിച്ച് ലോകത്തിന് അഭിമുഖമായി നിൽക്കുന്നതാണ് എൻ്റെ ആത്മീയത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടെ നമ്മളെക്കുറിച്ച് അവബോധത്തോടുകൂടെ ചിന്തിക്കാൻ പ്രേരകമാകുന്ന ഒന്നാണ്. അതുമാത്രമാണ് എന്നെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി. അവനവനെ കുറിച്ച് അവനവന് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചണ്ടാള ബാബ എനിക്ക് ഗസ്റ്റായിട്ട് വന്നപ്പോൾ പുള്ളി കൗളശാസ്ത്രം അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ പുള്ളിയുടെ ഒരു വേ ഓഫ് അപ്രോച്ച് ടു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏകദേശം നമുക്കൊരു മനസ്സിലായി. പുള്ളി അത് വ്യക്തമാക്കി തന്നു എന്താണെന്ന്. അപ്പോൾ രാം പറയുന്നത് ഈ സ്പിരിച്വാലിറ്റി പല പല വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതെ. എൻഡ് ഓഫ് ദ ഡേ നമ്മളെക്കുറിച്ച് അവബോധത്തിലാവാൻ സഹായിക്കുന്ന ഏത് മാർഗവും ആത്മീയമായ മാർഗമാണ്. പക്ഷെ ഈ ഇപ്പോഴേ പിന്നെ ഭയങ്കര കച്ചവടവൽക്കരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആത്മീയത. ആർക്ക് വേണമെങ്കിലും സ്വാമിയായി മാറാം, അല്ലെങ്കിൽ കുറച്ച് മുടി നീട്ടി വളർത്തിയ ഒരു കാഷായം കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് പ്രഹസനങ്ങൾ നമ്മൾ കാണുന്നൊരു കാലമാണ്. ഇപ്പോൾ തിരുനാവായ മഹാമാഘം കണ്ടക്ട് ചെയ്തു, നമ്മളവിടെ പോയി എല്ലാം കണ്ടതാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്വാമിമാരെയൊക്കെ നമ്മൾ കൊണ്ടു. അതിൽ എത്ര പേര് ജെന്യുവിനായിട്ടുണ്ട് ഇല്ല ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണോ? അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ സ്ഥലത്തും വിധി കൽപ്പനകളായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. യഥാർത്ഥ ആത്മീയൻ ആരാണ് എന്നുള്ള അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അവനവൻ അങ്ങനെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ കാശിയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രയാഗിൽ പോകുന്ന സമയത്തോ ഹരിദ്വാറിൽ പോകുന്ന സമയത്തോ എത്രയോ ഉദരനിമിത്തം സന്യാസ വേഷം ധരിച്ചിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അല്ലാത്ത ആളുകളും ഉണ്ടാവും, എല്ലാ മേഖലയിലും അതുണ്ടാവും. അപ്പോൾ അവർ ശരിയാണോ എന്ന് ആലോചിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒരിക്കലും ഒരു വ്യക്തിയുടെ രൂപം കൊണ്ടോ അയാളുടെ വേഷഭൂഷാദികളോ കൊണ്ടോ ഒന്നും അയാൾ ആത്മീയമായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു നല്ല ഉദാഹരണമുണ്ട്.